അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണെന്ന്. പക്ഷേ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain. നമസ്കാരം. നമ്മുടെ മേജർ രവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ, എവിടെയാണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ വിസ്മയ മോഹൻലാലിന്റെ മിക്ക കാര്യങ്ങളും അറിയാവുന്ന ആളാണല്ലോ, വിദേശത്തൊക്കെയാണ് പഠിച്ചത്, അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അതുപോലെ പക്വതയില്ലാത്ത ഒരാളാണല്ലോ, ഒരു കുട്ടിയാണല്ലോ, 36 വയസ്സുള്ള ഒരു കുഞ്ഞാണല്ലോ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ തുറന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ഭാര്യ, അതുപോലെ തന്നെ നമ്മുടെ വിസ്മയ മോഹൻലാൽ. ഇവരെല്ലാം അവരുടെ ഒപ്പീനിയൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം നിങ്ങൾക്ക് അറിയായിരിക്കും, CJP സമരത്തെ പിന്തുണച്ച് നമ്മുടെ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ CJPയുടെ സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പക്ഷെ അത് പിടിക്കാതിരുന്ന നമ്മുടെ മേജർ രവി സാർ ഉണ്ടല്ലോ, പിന്നെ വന്ന് അങ്ങോട്ട് മെഴുകുമായിരുന്നു. മെഴുകി അങ്ങ് അറ്റം വരെ മെഴുകി ഏറിപ്പോയി അങ്ങ് ബ്ലൂട്ടോയും കഴിഞ്ഞു പോയി. ബ്ലൂട്ടോ കഴിഞ്ഞു പോയപ്പോഴും ഇപ്പോഴും താഴെ ഇറങ്ങാൻ ഒരു ലക്ഷണവും ഇല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെയും മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം വന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനോടനുബന്ധിച്ച് ലാലേട്ടന്റെ ഭാര്യ, അല്ല അവരുടെ ഫുൾ ടീം എല്ലാവരും വന്നിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞ കാര്യം ഇതൊക്കെയാണ്. ലാലേട്ടൻ പറഞ്ഞ ഇങ്ങനെയാണ്: വിസ്മയ ഒരു ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. എന്താന്ന് വെച്ചാൽ ലാലേട്ടൻ ആ പറയുന്ന അഭിപ്രായത്തെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ CJPയെ പിന്തുണച്ചു എന്ന് പറയുന്ന അഭിപ്രായം വിസ്മയ മോഹൻലാലിന്റെ ആണ്. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കടന്നു കയറില്ല എന്നാണ് ഇവിടെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കം. മേജർ രവിക്ക് എങ്ങനെ അത് ലാലേട്ടന് പറ്റാത്ത ആ നുഴഞ്ഞുകയറ്റം എങ്ങനെ മേജർ രവിക്ക് പറ്റും എന്ന് ഇപ്പൊ നമുക്ക് ചിന്തിക്കണം. നമ്മളൊക്കെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. വെച്ചാൽ ഒരു ഗാർഡിയനേക്കാൾ ഭയങ്കരമായിട്ടാണ്, ഗാർഡിയനേക്കാൾ മേളിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന മേജർ രവി അന്ന് സംസാരിച്ചത്. വിസ്മയ മോഹൻലാൽ ഒന്നും അറിയാത്ത കുഞ്ഞ്. അപ്പൊ അതിനുശേഷം വിസ്മയ മോഹൻലാൽ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം, തെറ്റിദ്ധരിച്ചവരെ ഒന്നും മാറ്റാൻ എനിക്ക് കഴിയില്ല, CJP സമരത്തെ പിന്തുണച്ച നിലപാടിൽ മാറ്റമില്ല. അപ്പം ഒന്നും കൂടെ നമ്മുടെ മേജർ രവിക്ക് വയർനിറഞ്ഞ് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ മറുപടി ഒന്നും ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഭാഗത്തു നിന്നും വിസ്മയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ലാലേട്ടന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടും ആ കുട്ടികൾക്ക് എല്ലാം അറിയാമെന്നും അവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവുകളുണ്ടെന്നും ഞങ്ങൾ അങ്ങനെയാണ് പിള്ളേരെ വളർത്തിയതെന്നും അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ കയറില്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറയാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായ അഭിപ്രായം പറയാനുള്ള ബുദ്ധിയുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ വിദേശത്ത് പഠിച്ചത് കൊണ്ട് എന്റെ മോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നൊന്നും ഇവരാരും വന്ന് പറഞ്ഞില്ല. ഈ പറയുന്ന പോലെ ലാലേട്ടന്റെ ഭാര്യയോ ഒന്നും വന്ന് പറയുന്നില്ല. അല്ലെ എന്റെ മോള് വിദേശത്ത് പഠിച്ചത് കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വയർന്നിറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലർക്കും ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ പിടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ പലരും ഈ പറഞ്ഞ വിസ്മയ മോഹൻലാലിന്റെ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനിങ് തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കാണത്തില്ലെന്ന്. നിങ്ങൾ കാണണ്ടാതെ, ഒരു സംഘം ആൾക്കാർ പറയുന്നുണ്ട് കാണത്തില്ലെന്ന്. നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞ സിനിമ എല്ലാം വൻ വിജയമാണ്. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എമ്പുരാൻ സത്യത്തിൽ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ പടം അത്രയ്ക്കെങ്കിലും ഭയങ്കര ഹിറ്റായിട്ട് ഓടിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ കാണത്തില്ല എന്നൊരു സിനിമ പറഞ്ഞാൽ ഹിന്ദിയിലും ആയിക്കോട്ടെ, അത് ഹിന്ദി സിനിമയും പല സിനിമകളും, ഷാറൂഖ് ഖാന്റെ പല സിനിമകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വമ്പൻ ഹിറ്റായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാണത്തില്ല എന്ന് പറയുന്ന സിനിമകളെല്ലാം വമ്പൻ ഹിറ്റായിരിക്കും. അതുകൊണ്ട് തുടക്കവും ഒരു ഹിറ്റ് തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും അത് ബഹിഷ്കരിക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പൊ മോഹൻലാലിന്റെ ഭാര്യയായ സുചിത്ര പറഞ്ഞത് ഇങ്ങനെയാണ്: പിള്ളേർ സന്തോഷിക്കട്ടെ, അവർക്ക് ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. എന്ന് വെച്ചാൽ എന്റെ കുട്ടികൾക്ക് അവർക്ക് സ്വയമേ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് മറ്റാരും കയറി അതിനകത്ത് ഇടപെടേണ്ട, ഞങ്ങൾ പോലും ഇടപെടുന്നില്ല. അപ്പം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്ട്രസ്, ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി, അതാണ്. അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദേ പോയിന്റ് ഓഫ് വ്യൂ. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്, എൻ്റെ ഇതിലിരുന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, ബി ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. അതുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും, ഓർ മേ ബി ദ സെയിം. മനസ്സിലായല്ലോ, അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും ഒക്കെ പറയാനുള്ള കഴിവുണ്ട്. അപ്പം അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തിലേക്ക് നമുക്ക് കടന്നു കയറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല അവർക്ക്, അവരുടെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നമുക്ക്, അല്ലെങ്കിൽ ഈ മറ്റ് കേൾക്കുന്ന പലർക്കും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവരെന്ത് പറഞ്ഞോ അത് അവർ ചിന്തിച്ചു ഒക്കെയാണ് പറയുന്നത്. അപ്പം അവർക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യണം തോന്നുന്നുണ്ട്, അവരത് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാനും അവർക്കറിയാം. അങ്ങനെയാണ് ഞങ്ങൾ മക്കളെ വളർത്തിയിരിക്കുന്നത്. അപ്പം അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പം, അല്ലെങ്കിൽ ഒരു പിന്തുണ, ഇപ്പം CJPക്ക് പിന്തുണ കൊടുത്തു, ഇപ്പൊ ആ പിന്തുണ നീ എന്തിനാണ് കൊടുത്തത്, നിനക്കത് പറയാൻ എന്ത് അവകാശം എന്നൊന്നും അല്ല അവിടെ പറയുന്ന ഈ പറഞ്ഞ സുചിത്രയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവിടെ പോയി പറഞ്ഞിരിക്കുന്നത്. നിനക്ക് നിന്റെ അഭിപ്രായം, അത് നിനക്ക് പറയാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, അപ്പൊ നീ പറയുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയുടെ ഒരു പ്രൊമോഷൻ ആയിരുന്നു പറഞ്ഞാലും മേജർ രവിക്ക് എയറിൽ പോകാൻ, പിന്നെയും പ്ലൂട്ടോയിൽ നിന്നും മേളിലേക്ക് പോകാനുള്ള ഒരു ഒരു തിരുവുളത്തായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കറക്റ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഇത്രയും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിലും അവരാണെങ്കിലും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ബുദ്ധിയുണ്ട്. അപ്പം അവര് പറയും, ചിലപ്പോൾ അവർക്ക് പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല, അവർ അനുകൂലിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നമുക്ക്. അപ്പൊ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ നോട്ടത്തിൽ എന്താണോ അതിനെപ്പറ്റി തോന്നുന്നത് അതാണ് അവർ പറയുന്നത്. അതിൽ കയറി നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. ഞാൻ എന്റെ ഭാഗമാണ് പറയുന്നത്. അതിന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ല, ഇത് എനിക്കറിയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകുമായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നുകൂടെ നമുക്കിതിൽ നിന്നും വായിച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. അത് എന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് എന്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ തോട്ടിൽ എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറയുന്നത്. ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും CJP സമരത്തെ പിന്തുണച്ചത് ഇപ്പോഴും ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനെ ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നാണ് ഇവിടെ ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ പറയുന്നത്. ഈ വിസ്മയ മോഹൻലാലിനെയാണ് ഈ പറഞ്ഞ മേജർ രവി പറഞ്ഞത് വിദേശത്ത് പഠിച്ച കുട്ടിയാണ്, ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു പിഞ്ചു ബാലികയാണ് എന്ന് പറഞ്ഞത്. 36 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ വിസ്മയ മോഹൻലാലിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത് മെച്യൂരിറ്റി വന്ന പഠിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി. അത് മാത്രമല്ല, ലോകവിവരം ശരിക്കും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമായിക്കോട്ടെ, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് എന്ത് കാര്യങ്ങളും ചിന്തിച്ച് അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് വിസ്മയ മോഹൻലാലിനെ തോന്നിയെന്ന് മാത്രമല്ല, അങ്ങനെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇന്റർവ്യൂ കൂടുതലും ഇംഗ്ലീഷിലാണ്, എങ്കിലും അത് മനസ്സിലാവുന്നവർക്കറിയാം. ആ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതിൻ്റെതായ ചിന്തിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വിസ്മയ മോഹൻലാലിനെ പറ്റിയാണ് ഈ മേജർ രവി വന്ന് അവിടെ ഘോരം പ്രസംഗിച്ചിട്ട് പോയത്. അല്ലേലും മേജർ രവി അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഇപ്പം മേജർ രവിക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് മേജർ രവി അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിസ്മയക്ക് രാഷ്ട്രീയ ബോധമില്ല, വിദേശത്ത് പഠിച്ചതിനാൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, വികാരത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് എന്ന്. വിസ്മയ മോഹൻലാൽ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ, വിദേശത്ത് പഠിച്ചത് കൊണ്ടൊന്നും അറിയത്തില്ല, ഇത്രയുമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയാണോ ഇപ്പൊ വിസ്മയ മോഹൻലാൽ പറയുന്നത്? ആ സമരവും കഴിഞ്ഞ് ഇത്രയും ദിവസമായി, എന്നിട്ട് പോലും അതിനകത്ത് ഒരു വാക്ക് പോലും ഞാൻ മാറ്റുന്നില്ല എന്ന് ഉറപ്പിച്ച് അടിവരയിട്ട് പറയുകയല്ലേ വിസ്മയ മോഹൻലാൽ ഇപ്പോഴും. അതുപോലെ തന്നെ ഈ സുചിത്രയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവർ രണ്ടുപേരും മക്കളുടെ, അല്ലെ എന്റെ മകള് പറഞ്ഞത് അവർക്കത് പറയാനുള്ള ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അവരും ഈ പറയുന്ന
വിസ്മയ മോഹൻലാലിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന കാലമാണ്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം കാണും, അത് പറയും. അതിന് യെസ്, അത് രണ്ട് ഭാഗങ്ങളും ഉണ്ടാകും. പക്ഷെ അത് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. എന്ത് പറഞ്ഞാലും വിവാദം ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാൽ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ട്. ആ പിള്ളേരെ CJPയുടെ സമരം നടന്നപ്പോൾ ആ പിള്ളേരെ അത്രമാത്രം അവിടെ കിടന്ന് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ വിസ്മയ മോഹൻലാൽ അവിടെ പോസ്റ്റുമായിട്ട് വന്നത്. മറ്റുള്ളവരെ പോലെ അവിടെ ഇവിടെയും തൊടാതെ, അല്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി അല്ല അവിടെ വിസ്മയ മോഹൻലാലിന്റെ അഭിപ്രായം പറഞ്ഞത്. ഒറ്റ അഭിപ്രായം, ആ ഒറ്റ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് പല സെലിബ്രിറ്റീസും കണ്ടു പഠിക്കേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ മക്കളുണ്ടല്ലോ, അവരെല്ലാവരും ഈ CJP സമരത്തെ ഒരുമാതിരിപ്പെട്ട ഒരു 95% ആൾക്കാരും പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസിന് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛന്മാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മിണ്ടാതിരിക്കും. ഈ നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ കുറച്ച് പേര് മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, അവർക്ക് വെച്ചാൽ അവരുടെ കരിയർ, അവരുടെ കാര്യങ്ങൾ, അതുപോലെ ED BD ഇങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന തലമുറ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്, അവർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് അവർ അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയും, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ മേജർ രവിയെ പോലുള്ള കുറച്ച് പേർക്ക് ഇത് പിടിക്കത്തില്ല, അത്രേ ഉള്ളൂ. വിസ്മയ ഒരു വ്യക്തിയാണ്, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അതാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കുരുപൊട്ടി നടക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അറിയാലോ, ഒരു സംഘം ആൾക്കാരുണ്ടല്ലോ. അവരുടെ ഇപ്പൊ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തുടക്കം മോഹൻലാലിന്റെ മോളുടെ സിനിമ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ബഹിഷ്കരിക്കണം, ആ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് ആ പടത്തിന്റെ വിജയം. നിങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പടം 100 ദിവസം ഓടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ട്രെയിലർ കൊള്ളാം. ആദ്യമായിട്ടാണ് വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്നത് എന്ന് നമുക്ക് ആ ട്രെയിലർ കണ്ടാൽ ഒരിക്കലും തോന്നത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് തഴമ്പിച്ച ഒരാൾ അഭിനയിക്കുന്നത് പോലെയായിട്ട് വിസ്മയ മോഹൻലാലിന്റെ ആ ട്രെയിലറിലെ ഇത് വെച്ച് ഞാൻ പറയുകയാണ്. എന്തായാലും ആ പടം ഓടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പുറത്തൊരു കൂട്ടര് അത് ഓടിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ അത് സിനിമ കാണത്തേ ഇല്ല, വിസ്മയ മോഹൻലാലിന്റെ സിനിമ കാണത്തില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഓടും. ലാലേട്ടനാണെങ്കിലും ഈ പറയുന്ന സുചിത്രയാണെങ്കിലും വിസ്മയ മോഹൻലാലാണെങ്കിലും അവരവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ടും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പേരിൽ വേറെ ആരും വന്നിട്ട് ഈ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കണ്ട എന്നും അതിനകത്തൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ മേജർ രവി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ കൂട്ടുകാരന്റെ മകളായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത് പലരും. കൂട്ടുകാരന്റെ മകൾക്ക് കൂട്ടുകാരന്റെ മകളുടേതായ അഭിപ്രായങ്ങളുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.